എല്ലാവർക്കും നമസ്കാരം. അശോകവനം എന്നെൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. അപ്പോൾ വീട്ടിൽ വിളക്ക് വയ്ക്കുമ്പോൾ എപ്രകാരം നമ്മളൊരു ചിട്ട പാലിക്കണമെന്നതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ചിലവരുടെ സംശയമാണ് ക്ഷേത്രങ്ങളിൽ വിളക്ക് വയ്ക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ വീട്ടിൽ ഒരു വിളക്ക് വയ്ക്കുന്നതും ക്ഷേത്രങ്ങളിൽ പല വിളക്ക് വയ്ക്കുന്നതും വ്യത്യാസങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ബെല്ല് ബട്ടനും അതിൻ്റെ അടുത്ത് കാണുന്ന ആ ചുമന്ന ബട്ടനും ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാനനമകയലന്നേ രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ട്. അപ്പോൾ വീട്ടിലെ വിളക്കെന്ന് പറഞ്ഞാൽ നമ്മൾ നടയിലൊരു വിളക്കാണ് തെളിയിക്കുക. അതുപോലെയല്ല ക്ഷേത്രങ്ങളിൽ അനവധി വിളക്കുകളാണ്. അപ്പോൾ അതെല്ലാ ദിവസവും കഴുകാൻ സാധിക്കുന്നതല്ല. അത് മാസത്തിലൊരു വട്ടം, അതല്ലെങ്കിൽ വിശേഷ ദിവസങ്ങൾ, അപ്രകാരമൊക്കെയാണ് ക്ഷേത്രങ്ങളിൽ വിളക്കുകൾ വൃത്തിയാക്കുന്നത് കണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ക്ഷേത്രത്തിലായാലും വീട്ടിലായാലും വിളക്ക് വയ്ക്കുന്നത് എല്ലാം അതേതായ ചിട്ടകൾ കൂടി തന്നെ ചെയ്യണം. ക്ഷേത്രങ്ങളിലായാലും വിളക്ക് തെളിയിക്കുമ്പോൾ നമ്മൾ രാവിലെ എണ്ണ ഒഴിച്ചാൽ വൈകുന്നേരം വരെ എത്ര കൊണ്ട് എണ്ണ വേണമെന്ന് മനസ്സിലാക്കി ആ എണ്ണയെ വിളക്കിൽ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞ് രാത്രിയിൽ നമ്മൾ പൂജയെല്ലാം കഴിഞ്ഞ് നട അടയ്ക്കുമ്പോൾ ആ വിളക്കിലെ എണ്ണയും ബാക്കി എണ്ണ മെച്ചം വന്നിട്ടുണ്ടെങ്കിൽ ആ എണ്ണയും തിരിയും എല്ലാം വേറെ പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ വൃത്തിയായി വിളക്ക് തുടച്ച് നടയടച്ച് പോരേണ്ടതാണ്. അപ്പോൾ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ നമുക്ക് പുതിയ എണ്ണ ഒഴിച്ച് തിരിയിട്ട് വിളക്ക് തെളിയിക്കാം. ഇപ്രകാരമാണ് ക്ഷേത്രത്തിൽ നമ്മൾ വിളക്ക് തെളിയിക്കേണ്ടത്. പക്ഷേ പലയിടങ്ങളിലും അത് കാണുന്നില്ല. പലയിടങ്ങളിലും കാണുന്നത് ഈ മാസത്തിലെ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ കഴുകുമ്പോൾ മാത്രം ആ എണ്ണ മാറ്റുകയുള്ളൂ. അതുവരെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. തിരികളും അതുപോലെ തന്നെയാണ്, ചിലപ്പോൾ മാറ്റും ചിലപ്പോൾ മാറ്റില്ല. ഇപ്രകാരമൊക്കെയാണ് ചിലവിടങ്ങളിൽ കണ്ടുവരുന്നത്. അങ്ങനെ ചിലവിടത്ത് ഞാൻ ആദ്യം പറഞ്ഞ പ്രകാരം വൃത്തിയാക്കും. എല്ലാ ദിവസവും വിളക്ക് തുടച്ച് വൃത്തിയാക്കും. അപ്പോൾ അവിടെ അങ്ങനെയാണല്ലോ, അതുപോലെ ഞാനും ചെയ്താൽ മതി, ഇവിടെ ഇങ്ങനെയാണല്ലോ, അതുപോലെ ഞാനും ചെയ്താൽ മതി, അത് നമ്മൾ ചിന്തിക്കരുത്. നമ്മളൊരു വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ പ്രകാരം ചെയ്യുക. കാരണം നമ്മൾ ഈശ്വര സേവയാണ് ചെയ്യുന്നത്. അതിലെ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും തോന്നാൻ പാടില്ല. ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യണതിലൊന്നും ഒരു ബുദ്ധിമുട്ടുകളായോ വെറുപ്പായോ തോന്നാൻ പാടില്ല. നല്ല മനസ്സും നല്ല തൃപ്തിയോടുകൂടി നമ്മൾ ഭഗവാന് അല്ലെങ്കിൽ ഭഗവതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. കാരണം പൂജ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്, പുണ്യമാണ്. എന്നാൽ അത് വെറും നമ്മുടെ ഒരു ഉപജീവിതമാക്കി മാറ്റരുത്. നമുക്ക് ക്ഷേത്രത്തിൽ ജോലി ചെയ്യണതിന് ജോലി എന്ന് പറയരുത്. നമ്മൾ പൂജ ചെയ്യണതിന് നമുക്ക് മാസത്തിലൊരു വരുമാനമുണ്ട്. ആ വരുമാനം കൊണ്ട് മാത്രം നമ്മൾ ജീവിച്ചു പോകുന്നു. അതുകൊണ്ട് ആ വരുമാനം മാത്രം ലക്ഷ്യം വെച്ച് നമ്മൾ പൂജ നടത്തരുത്. പൂജാരി എപ്പോഴും കിട്ടിയത് വലിയൊരു ഭാഗ്യമായി കരുതി അത് നല്ല രീതിയിൽ ഭഗവാനാവട്ടെ ഭഗവതിയാവട്ടെ നമ്മൾ ആരാധിച്ച് പോരണം. വൃത്തിവെറുപ്പോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ താൻ ചെയ്യുന്നത് നിരന്തരം താൻ അനുഭവിച്ചു കൊള്ളണം. അപ്പോൾ അവർ ഇത് ചെയ്തു, അവരുടെ കാര്യം നമ്മളെടുക്കണ്ട. നമ്മൾ നേരായ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യൂ. തീർച്ചയായും അവിടുത്തെ ആ ദേവതയുടെ അനുഗ്രഹം നമുക്ക് പൂർണ്ണമായി ലഭിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ചിലവർ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിവേദ്യമൊക്കെ വയ്ക്കുന്ന അടുപ്പുണ്ടല്ലോ, തിടപ്പുള്ളി. അപ്പോൾ ആ നിവേദ്യം വിറക് വെച്ചിട്ട് കത്തിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിറക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ വിറക് കത്തിപ്പിടിക്കാൻ വേണ്ടി ഈ പഴയ തിരി എണ്ണയൊക്കെ കൊടുത്ത് കത്തിക്കണ കാണാറുണ്ട്. പുകയും ഗ്യാസായി. അപ്പോൾ ഗ്യാസൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ വീട്ടിലെ തിരികൾ ദഹിപ്പിക്കുന്നത് പോലെ തന്നെ ഇതും കൂട്ടി വെച്ച് നമ്മൾ കന്നിമൂലയിൽ ദഹിപ്പിച്ച് കളയുന്നതാണ് ഉത്തമം. അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കുന്നതിനെ കുറിച്ച്
എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിലോ ശാന്തിക്കാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്രകാരം നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹവും പുണ്യമെല്ലാം ലഭിക്കും. നമ്മുടെ ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ കുറയും. ഭഗവതിയുടെ കാര്യം കളങ്കമില്ലാതെ നമ്മൾ സന്തോഷപൂർണ്ണം ചെയ്യണം. എന്നാലേ നമുക്ക് അതിൻ്റെ അനുഗ്രഹവും ഗുണങ്ങളും ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.